ഹായ് ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ എൻ്റെ അമ്മ മരിച്ചു കിടക്കുകയാണ്. എൻ്റെ അമ്മയുടെ മരിപ്പിന് ഞാനിട്ട ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയല്ലേ? കമന്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഞാനിട്ട ഈ ഔട്ട്ഫിറ്റിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പിണങ്ങും, സത്യമായിട്ട് ഞാൻ പിണങ്ങും. കമന്റ് ചെയ്യുമോ? നിങ്ങൾ കരുതി എനിക്ക് ഭ്രാന്താണെന്ന്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഉണ്ടെന്നാണെങ്കിലും പറഞ്ഞാൽ തെറ്റ് പറയാനും കഴിയില്ല, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു ക്യൂട്ട്നെസ് വാരി വിതറിയ ഒരു വീഡിയോ കണ്ടു, ഒരു പെങ്കൊച്ചിൻ്റെത്. എനിക്ക് ആ പെങ്കൊച്ചിൻ്റെ പേരൊന്നും അറിയില്ല. അച്ഛൻ സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ഹായ് ഗായ്സ്, ഞാൻ എൻ്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. എൻ്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ എൻ്റെ ഔട്ട്ഫിറ്റ്? എൻ്റെ ഔട്ട്ഫിറ്റ് കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കയറുന്നു. പിന്നെ ഹോസ്പിറ്റലിന്റെ വീഡിയോ കാണിക്കുന്നു. അതൊക്കെ നമ്മളിവിടെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണും ചിലപ്പോൾ. ഹോസ്പിറ്റലിന്റെ വീഡിയോ മൊത്തം കാണിക്കുന്നു. പിന്നീട് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നു, അച്ഛനെ കൊണ്ടുപോകുന്നത് കാണിക്കുന്നു. ആ മനുഷ്യ സ്ട്രോക്ക് വന്നാണ് കിടക്കുന്നത്. ഇവളുടെ ഈ സ്വഭാവം കൊണ്ട് അങ്ങേർക്ക് സ്ട്രോക്ക് വന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ. ആ മനുഷ്യരെ വിളിക്കാൻ പോകുമ്പോൾ ഉള്ള ഔട്ട്ഫിറ്റ്, രാവിലെ കഴിച്ച ഫുഡ്, ആശുപത്രിയിൽ പോകുന്ന കാര്യങ്ങള്, അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിഷജന്തുക്കളായ മക്കളോട് എന്താണ് പറയേണ്ടത്? ഇപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വിറ്റ് നമുക്ക് പണം ഉണ്ടാക്കാം. മാനം വിറ്റും പണം ഉണ്ടാക്കിയാൽ ആ പണം ആ മാനം മറയ്ക്കുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പണം എങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം. ഇതിലും നല്ലത് വേറെ വല്ല പണിക്കും പോയി പണം ഉണ്ടാക്കുന്നതാണെന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്യുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ നിങ്ങളെ വീട്ടിലുള്ള കാര്യങ്ങൾ, നിങ്ങളെ അച്ഛനും അമ്മയുടെ കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെച്ചോ. ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞത് ഒരു പണം ഉണ്ടാക്കുന്ന ഒരു എല്ലാ യൂട്യൂബർമാരും പണക്കാരാണ്. കോടികളുടെ വീട് വെക്കുന്നു, കോടികളുടെ കാർ എടുക്കുന്നു, കോടിക്കണക്കിന് പണം. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. നമ്മളൊരു യൂട്യൂബ് ചാനൽ വർക്ക് ചെയ്യുന്നവരാണ്, നമുക്കറിയാം ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം എന്തൊക്കെയാണ്. പിന്നെ മറ്റുള്ളവന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള മലയാളികളുടെ ഒരു ഉത്സാഹത്തെ ഇവരൊക്കെ കൂടെ മുതലാക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ട് എന്ന് പറഞ്ഞ് തമ്പിട്ട് കാശുണ്ടാക്കിയ ഒരു മലയാളി യൂട്യൂബർ നമുക്കിടയിലുണ്ട്, അറിയായിരിക്കും, ഞാൻ പ്രത്യേകം പറയുന്നില്ല. അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ നീളം കുറച്ച് പണം ഉണ്ടാക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ സ്വാഭാവികമായിട്ട് വീട്ടിലെ കാര്യം കാണിക്കില്ലെങ്കിലും ശരീരത്തിലെ പല കാര്യങ്ങളും കാണിച്ച് പണം ഉണ്ടാക്കുന്നവരോട് എതിർപ്പ് പറയാൻ പറ്റില്ല. കാരണം അവരുടെ വരുമാനം ഇതാണ്, ഇതാണ് അവരുടെ തൊഴിൽ. ആ തൊഴിലാണ് അവര് പുറത്ത് അത് കാണാൻ കുറെ ആളുകളുണ്ട്, അതുകൊണ്ട് അവരെടുക്കുന്നു. ഇത് അച്ഛനും അമ്മയും കിടന്നാൽ ആ റൂമിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ അവരറിയാതെ തന്നെ വീഡിയോ എടുത്ത് റീച്ച് കൂട്ടാൻ വേണ്ടി ഇടും. ഇനി അറിയാതെ അച്ഛൻ കക്കൂസി പോകണമെങ്കിൽ ഹായ് ഗൈസ്, എൻ്റെ അച്ഛൻ കക്കൂസി പോവുകയാണ്, ഇന്ന് മലം പോയത് ഇങ്ങനെയാണ്, ഇന്നലെ നല്ല കട്ടിക്ക് പോയി, ഇന്ന് കുറച്ച് ലൂസായിട്ടാണ് പോയത്. കമന്റ് ചെയ്യണം, നിങ്ങളുടെ അച്ഛന്മാര് കക്കൂസി പോകുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെയാണോ എന്നൊന്ന് കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ എണ്ണം. അടുത്ത് എൻ്റെ ചേട്ടൻ ഇന്ന് രാവിലെ ലഞ്ച് ബോക്സ് ഞാൻ കെട്ടിയത് ഇങ്ങനെയാണ്, കരിമീൻ പൊള്ളിച്ചതുണ്ടായിരുന്നു, ചിക്കൻ വറുത്തതുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, ചപ്പാത്തിക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കറി വെക്കണോ അതോ മഷ്റൂം കറി വെക്കണോ എന്ന് ആലോചിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ വീട്ടിൽ പട്ടിണിയായിരിക്കും. പക്ഷെ പറയുന്നത് മഷ്റൂം, ഇതൊക്കെ വലിയ ഇപ്പൊ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. വീട്ടിൽ പട്ടിണിയായിരിക്കും, പക്ഷെ പറയുന്നതൊക്കെ ഈ സംഭവങ്ങളാണ്. ഇത് കാണിക്കാൻ വേണ്ടി കുറെ ചട്ടിയും കലവും പാത്രവും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചെടുക്കും. ഇത് തന്നെ ഒരു 5 ദിവസം വെച്ച് തിന്നും. പിന്നെ അങ്ങോട്ട് പോണ വാർത്ത, ഇങ്ങോട്ട് പോണ കണ്ട് മനുഷ്യന്. അപ്പൊ നിങ്ങൾ എന്തിനാ കാണണേന്ന് ചോദിക്കും. കണ്ടാലല്ലേ വിമർശിക്കാൻ പറ്റൂ? കാണാതിരുന്ന വിമർശിക്കാൻ പറ്റുമോ? കാണണ്ടേ, കണ്ടാലല്ലേ വിമർശിക്കാൻ പറ്റൂ? അപ്പൊ നമ്മളിത് കുത്തിയിരുന്ന് കാണണം. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ വിമർശിക്കണമെങ്കിൽ നമ്മൾ ഇതിരുന്ന് കാണണം. കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ഇതൊന്ന് ആലോചിക്കണം നിങ്ങളൊക്കെ. കാരണം ഞങ്ങളൊക്കെ കണ്ട് ഇത് മടുത്തെന്ന്. ഇപ്പൊ നല്ല കുറെ ചാനലൊക്കെ ഉണ്ട് യൂട്യൂബേഴ്സ്, പേരൊന്നും ഞാൻ കാണുന്നില്ല. ഒരു ദക്ഷ
അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു പേരുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. സത്യത്തിൽ അത് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പൊ ഇൻഫർമേറ്റീവ് ഇട്ടാൽ എല്ലാവരും കാണുമോ എന്നൊക്കെ ചോദിക്കും. കാണില്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ ഒരു പ്രാവശ്യം ആളുകൾ കാണാതെ വിടും. രണ്ടാമത് നമ്മൾ അങ്ങനെ എങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, ഡ്രസ്സ് മാറുന്നത്, പിന്നെ എന്താ ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കൂടുന്നത്, പിന്നെ മക്കളും അച്ഛന്മാരും തമ്മിൽ വഴക്കൂടി ഫോർച്യൂണറൊക്കെ എടുത്ത ഒരു ഫാമിലി ഉണ്ട്. അമ്മായിയമ്മയും മരുമകളും അച്ഛനും മകനും തമ്മിൽ വഴക്കൂടിയിട്ട് ഫോർച്യൂണർ കാറും ഒരു വീടും വാങ്ങിയ ഫാമിലി ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടി അമ്മയും അനിയത്തിയും മോശക്കാരിയാക്കിയിട്ട് പിന്നെ എന്താ പറയുക, കാറും വീടും വാങ്ങാൻ വേണ്ടി കുറെ നാള് ഓടി നടന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ എന്തോ ഒരുത്തനുണ്ട്, അവന്റെ പേര് ഞാൻ മറന്നുപോയി. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പ്രസവം ഇപ്പൊ സ്വകാര്യതയൊന്നും അല്ല. ഇപ്പൊ ആരുടെ മുന്നിൽ വേണമെങ്കിലും ആശുപത്രി പോകണമെന്നൊന്നുമില്ല. ഒരു യൂട്യൂബ് എടുത്തു വെച്ചിട്ട് ചേട്ടാ ഞാൻ പറട്ടെ, ഇപ്പൊ വരും ചേട്ടാ, വീഡിയോ എടുത്തോ, സൂം ചെയ്ത് താഴേന്ന് എടുത്തോ, കൊച്ചു വരുന്നത് കണ്ടാലേ റീച്ച് കിട്ടൂ. പക്ഷെ കൊച്ചിന്റെ മുഖം കാണിക്കരുത്. കൊച്ചിന്റെ മുഖം കാണിക്കാൻ നമുക്ക് മറ്റൊരു ദിവസം പ്രയോജനപ്പെടുത്തണം. അതിലൂടെ വരുമാനം കിട്ടും. അങ്ങനെ പ്രസവം വരുമാനമാക്കി. ഗർഭിണിയായ ഭർത്താവ് അറിഞ്ഞ് ഒരു പ്രാവശ്യം ഞെട്ടിയ ഭർത്താവായിരിക്കും. ഞാനൊരു സർപ്രൈസ് കാണിക്കട്ടെ എന്നിട്ടൊരു കൈ വെച്ച് ഇങ്ങനെ കാണിക്കും. അതില് മറ്റേ 2 ചുവന്ന വര പ്രഗ്നൻസി ആണെന്നുള്ളതിന്. ഭർത്താവിന്റെ ഒരു ഞെട്ടൽ കാണും. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ഞെട്ടലാണ്. ഈ ഞെട്ടൽ കഴിഞ്ഞിട്ട് അടുത്ത് ഭർത്താവ് ഞെട്ടിക്കഴിഞ്ഞു. പിന്നെ അമ്മ ഞെട്ടും, അമ്മായിയമ്മ ഞെട്ടും, അമ്മായിയച്ഛൻ ഞെട്ടും, അച്ഛൻ ഞെട്ടും, ചേട്ടൻ ഞെട്ടും, ചേട്ടത്തി ഞെട്ടും, അനിയൻ ഞെട്ടും, അനിയത്തി ഞെട്ടും, പിന്നെ വഴി പോണ കുഞ്ഞുമ്മ, കൊച്ചിച്ചൻ, വലിയമ്മ, വലിയച്ഛൻ, ഇവരെല്ലാവരും ഓരോ ഞെട്ടും. ഇതൊക്കെ ഓരോ ദിവസത്തെ വീഡിയോ ആണ്. ഇവരുടെയൊക്കെ ഞെട്ടൽ. എന്റെ പ്രസവം അറിഞ്ഞപ്പോൾ അമ്മയുടെ മുഖം കണ്ടോ? അമ്മ അമ്മ എന്ത് പ്രതികരിക്കാൻ? മോൾ ഗർഭിണിയാണ്, സൂക്ഷിക്കണം, ശരീരമൊക്കെ സൂക്ഷിക്കണം. ഇതിപ്പോ ഒരു അമ്മ എങ്ങനെ ഞെട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ വേറെ വല്ലവന്റെയും കൊച്ചിനെ ഉണ്ടാക്കിയ അമ്മമാര് ഞെട്ടും. ഇപ്പൊ കല്യാണം കഴിയാതെ നമ്മൾ ഗർഭിണിയാവുകയോ അല്ലെങ്കിൽ ഈ ഭർത്താവ് നാട്ടിലില്ലാതെ വിദേശത്ത് വല്ലതും ആണ്, ഇവിടെ ഇരുന്ന് മോള് ഗർഭിണിയായ അമ്മമാര് ഞെട്ടും, സ്വാഭാവികമായിട്ട് ഞെട്ടും. പക്ഷെ ഇതെന്ത് ഞെട്ടലാണെന്ന് എനിക്കറിയില്ല. ഇതങ്ങ് ഞെട്ടലാണ്. പിന്നെ അവരുടെ ഓരോ ഞെട്ടല്. പിന്നെ 1-ാം മാസം മുതൽ ഞാൻ തിന്നുന്നത് എന്ത്, ഞാൻ കുളിക്കുന്നത് എന്ത്, ഞാൻ കിടക്കുന്നത് എങ്ങനെ, ഞാൻ നിൽക്കുന്നത് എങ്ങനെ, പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ വയറിലൊരു പിടിയാണ്. ഇങ്ങനെ ഒരു പിടിയാണ് എന്ന് വെച്ചാൽ ഇവിടത്തെ പിടി വിട്ടുപോയാൽ കൊച്ചു താഴെപ്പോ പിടിക്കണം എപ്പോഴും ഇവിടെ ഇങ്ങനെ, അല്ലെങ്കിൽ കൊച്ചു താഴെപ്പോ പിടി വിട്ടുപോയാ. പിന്നെ 10 മാസം വരെ അത് സഹിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചു പുറത്തു വരുമല്ലോ. പുറത്തു വരുന്നത് മുതൽ അത് തിന്നുന്നത് ആ കൊച്ചിനു പോലെ സമാനമില്ല. ജനിച്ച ഉടനെ അതിന്റെ പേരിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ. പിന്നെ അത് നിൽക്കണത്, തിന്നണത്, നടക്കണത്, അപ്പിയിടണത്, പിന്നെ അത് മൂത്രം ഒഴിക്കണത്, അതിന് സ്നഗ്ഗി വെക്കണത്, അത് പോണത് വരണത്, അതിന് ചെരുപ്പിടണത്, അതിന് കാതുകുത്തുന്നത്. എൻ്റെ അമ്മേ, അത് കല്യാണം കഴിഞ്ഞ അത് ഗർഭിണിയായി അതിന് കൊച്ചുണ്ട അത് വരെ നിർത്തൂല. മരിക്കാൻ പോണതിന് മുന്നേ ഗേയ്സ് ഞാൻ മരിക്കാൻ പോവുകയാണ് 90 വയസ്സിൽ, അതുവരെ എടുത്തിട്ട് റീച്ചാക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഇതിനൊന്നും തിരുത്താൻ കഴിയില്ല. നമ്മൾ വിമർശിച്ചുകൊണ്ടേയിരിക്കും. കുറെ പേര് നമ്മുടെ അതിന്റെ താഴെ വന്നിട്ട് നീക്ക് എന്തിനാ കാണുന്നതെന്ന് ചോദിക്കും. ശരിയാണ്. സത്യത്തിൽ ഈ യൂട്യൂബറിന്റെ ഒക്കെ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലും ഭേദം ബിഗ് ബോസ് ഒക്കെ ആണെന്ന്. അവിടെ കുറച്ച് കുന്നായ്മയും കുശുമ്പും നുണ ഉറച്ചിലും പരിപാടികളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അത്ര പ്രശ്നം അതില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ചേട്ടൻ മരിച്ചാലും ചേച്ചി മരിച്ചാലും മക്കൾ മരിച്ചാലും ആരൊളിച്ചോടിയാലും ആര് പെണ്ണു പിടിച്ചാലും ആരെവിടെ എങ്ങനെ പോയാലും ചാകര യൂട്യൂബേഴ്സിനാണ്. കഷ്ടമാണ് മക്കളെ, കഷ്ടം.